നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. BSPയുടെ നേതാവായ മായാവതിക്ക് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. BJPയുടെ കൂടെ കൂടുന്നത് മായാവതിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. വോട്ടുകൾ മായാവതിക്ക് ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, മായാവതിയുടെ പാർട്ടി ശിഥിലമാകും എന്നുള്ളത് വ്യക്തമാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മായാവതി സഖ്യത്തിൻ്റെ കൂടെ നിൽക്കാത്തത്, അല്ലെങ്കിൽ ഒരു പരസ്പര ധാരണയോടെ മത്സരിക്കാത്തത് ഒക്കെ സ്വന്തം പാർട്ടിക്കാണ് ഏറെ വിനയായത്. പ്രതിപക്ഷത്ത് സമാജ്വാദി പാർട്ടി 111 സീറ്റും ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയറുമായി അവർ പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BSP സമാജ്വാദി പാർട്ടിയുമായും കോൺഗ്രസുമായും ടൈഅപ്പ് നടത്തിയില്ലെങ്കിൽ അവർക്കുണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാൻഷിറാം സ്ഥാപിച്ച ഈ പാർട്ടിക്ക് വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 2007 മുതൽ 12 വരെ മായാവതി ആയിരുന്നു UPയിലെ മുഖ്യമന്ത്രി. അതിനുശേഷം മായാവതി 2012 സമാജ്വാദി പാർട്ടിയോട് BSP പരാജയത്തിലാവുകയും 79 സീറ്റിലേക്ക് 403 അംഗ നിയമസഭാ സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു. പക്ഷേ 2017 ആയപ്പോൾ മായാവതിയുടെ ടാലി വീണ്ടും കുറഞ്ഞു. 2022 ആയപ്പോൾ അത് കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങി. അതായത് അവർക്ക് 15% വോട്ട് ഷെയർ ഇപ്പോഴും UPയിൽ ഉണ്ടെങ്കിൽ പോലും അത് സീറ്റായി കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ അവരുടെ പരാജയം എന്ന് പറയുന്നത്. പക്ഷേ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം നേടിയ പ്രതിപക്ഷ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അതും BSP ആയിരുന്നു. ബഹുജൻ സമാജ് പാർട്ടി കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളാണ് നിന്ന് നേടിയെടുത്തത്. അതും BJPയുടെ പല സിറ്റിംഗ് സീറ്റുകളും BSP ആയിരുന്നു ജയിച്ച് കയറിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സമാജ്വാദി പാർട്ടിയുമായിട്ട് ടൈഅപ്പ് നടത്തേണ്ടത് സമാജ്വാദി പാർട്ടിയെക്കാളും BSPക്കാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് മായാവതി കാര്യങ്ങൾ നീക്കുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവുമായി ചർച്ച നടത്താൻ മായാവതി ഉറപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസുമായും ചർച്ച നടത്തി സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനിരിക്കുകയാണ്. നിലവിൽ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി 65-ലും ബാക്കി ശേഷിക്കുന്ന സീറ്റുകൾ കോൺഗ്രസിനും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ, അല്ല മായാവതി കൂടി വരികയാണെങ്കിൽ തീർച്ചയായും വീണ്ടും അവിടെ ഇക്വേഷൻ മാറും എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എങ്കിൽ മായാവതിക്ക് കുറഞ്ഞത് 30 സീറ്റുകളെങ്കിലും നൽകുന്ന രീതിയിലേക്ക് രാഷ്ട്രീയപരമായി മാറും എന്നുള്ളത് വ്യക്തമാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം മായാവതിയുടെ പാർട്ടിക്ക് വളരെയധികം സ്വീകാര്യത ദളിത് വോട്ടുകളിലും പിന്നോക്ക സമുദായത്തിലും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായും വോട്ടായി കൺവേർട്ട് ചെയ്യേണ്ട അനിവാര്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് സ്ട്രോങ് ഏരിയാസ് ആയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ഏകദേശം 40 മുതൽ 45% വരെ വോട്ട് ഷെയർ പിടിക്കാൻ കഴിയുന്ന ഉതകുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെ സഖ്യകക്ഷികളുടെ കൂടി വോട്ട് ഷെയർ ആകുമ്പോൾ അത് സീറ്റായി വിജയിച്ചെടുക്കാൻ കഴിവുണ്ട് എന്നുള്ളത് മായാവതിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു കാര്യവുമില്ല, ഒരു ഇമ്പാക്റ്റും ഒരു ചലനവും ഇന്ത്യ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നാൽ ഇന്ത്യ രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ടുള്ള ഇന്ത്യ മുന്നണിയെ തന്നെ വലിയ രീതിയിൽ പ്രൗഢഗംഭീരമായി അവർക്കും സംഭാവന ചെയ്യാൻ ആ പാർട്ടിക്കകത്ത്, ആ മുന്നണിക്കകത്ത് സംവിധാനം ഒരുക്കാൻ കഴിയും എന്നുള്ളത് മായാവതിക്ക് നന്നായി അറിയാം.